എത്ര വലിയ ഉയരങ്ങൾ കീഴടക്കിയാലും എത്ര പ്രായമായാലും അമ്മയുടെ മുമ്പിൽ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളാണ്. ഇന്ന് മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച ലോക മാതൃദിനമാണ്. 1914 ശേഷമാണ് മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച ലോക മാതൃദിനമായിട്ട് നമ്മൾ ആഘോഷിച്ചു തുടങ്ങിയത്. സത്യത്തിൽ അമ്മമാരെ ഓർക്കാനും ആഘോഷിക്കാനും നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അമ്മയുടെ കൂടെ ഇരിക്കാനും അമ്മയ്ക്ക് പറയാനുള്ളത് കേൾക്കാനും ഒരു ദിവസമെങ്കിലും കുറച്ച് സമയമെങ്കിലും മാറ്റിവെക്കാൻ കഴിയണം നമ്മൾ ഓരോ മക്കൾക്കും. മലയാളത്തിലെ നിരവധിയായ പുസ്തകങ്ങളിൽ അമ്മമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേറ്റവും മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു ഓർമ്മ പറയാം. ബഷീറിന്റെ കുറെ നാളത്തെ അജ്ഞാതവാസത്തിന് ശേഷം ബഷീറിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ബഷീറിന്റെ ഉമ്മ വരും മോനെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ബഷീറിനകത്തേക്ക് വിളിക്കുന്നുണ്ട്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മകൻ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഉമ്മ ഭക്ഷണം തയ്യാറാക്കി വെച്ച് കാത്തിരിക്കുന്നത് എന്നുള്ള ബന്ധത്തോടുകൂടി ബഷീർ ഉമ്മയോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ ഞാൻ എങ്ങനെ ഇന്ന് വരുമെന്ന് ഉമ്മക്ക് മനസ്സിലായി, എങ്ങനെയാണ് ഉമ്മ എനിക്ക് വേണ്ടി എത്താവും എനിക്ക് കാത്തിരിക്കുന്നത് എന്ന്. അപ്പൊ ബഷീറിന്റെ ഉമ്മ പറയുന്നുണ്ട്, മോനെ ഇത് ഇന്നല്ല, മോൻ എന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ അന്ന് തൊട്ട് ഉമ്മ എല്ലാ ദിവസവും ഇങ്ങനെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന്. ഇത്രയും മനോഹരമായി മാതൃത്വത്തെ എങ്ങനെയാണ് അക്ഷരങ്ങളിലൂടെ വർണ്ണിക്കാൻ കഴിയുക? അമ്മമാർ അവരുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും മക്കളെ കുറിച്ചാണ്, മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇത്തിരി കാലമെങ്കിലും നമ്മുടെ അമ്മമാരോട് കൂടെ നിൽക്കാനും അവർക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരുടെ മകനായി അവർക്കൊരു കൂട്ടായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. അതിനുള്ള അവസരങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി ലോക മാതൃദിനാശംസകൾ.